ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൊഴുവ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കൊഴുവ എന്നാണ് പറയണേ, നെത്തോലി എന്നും പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ സന്ധ്യയായപ്പോഴാണ് മീൻ മേടിച്ചുകൊണ്ട് വന്നത്. പുറത്തിരുന്ന് വെട്ടാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര കാറ്റും മഴയാണ്. അതുകൊണ്ട് ഞാൻ വീടിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന് വെട്ടിയെടുക്കണേ. അപ്പോൾ മീൻ വെട്ടിയ ശേഷം കല്ലുപ്പിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കാം. കാരണം ഇപ്പോഴത്തെ കൊഴുവയ്ക്ക് ചെറിയ ചെതമ്പൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഉരച്ചെടുക്കാം. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വാരണം. കാരണം കുറേ ചെതമ്പലുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് മീൻ ഇനി കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി. അപ്പോൾ നമുക്ക് കടുക് ഇടാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം മാത്രമേ ഉലുവ ഇടാൻ പാടുള്ളൂ. ഉലുവ ഇടുമ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ഒത്തിരി ഉലുവ ഇടണ്ട, കുറച്ച് ഉലുവ ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിത് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയും ഒന്ന് പയത്തൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഉലുവ അതേ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊരു 5-6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് പയ്യെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് പയ്യെ ഇളക്കി കൊടുത്തു. അപ്പോഴാണ് കറിവേപ്പില ഇടാൻ മറന്നുപോയത്. അപ്പോൾ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇത് പയ്യെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇനി ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ, എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ സ്വന്തം നാട്ടിലൊന്നും മീൻകറിയിൽ കടുക് പൊട്ടിക്കുക ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ നാട്ടിലൊക്കെ മീൻകറിയിലും ഇറച്ചിക്കറിയിലും തോരനിലും എല്ലാത്തിനും കടുക് പൊട്ടിച്ചുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. എല്ലാത്തിനും കടുക് പൊട്ടിക്കും. അതപ്പോൾ ഞാനായിട്ട് ഇനി പിന്നെ ഈ ശീലങ്ങളൊന്നും മാറ്റണ്ടെന്ന് വെച്ചാൽ ഞാനും അത് തന്നെ ചെയ്യേണ്ട, അമ്മ ചെയ്ത രീതി തന്നെ ഞാനും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ നാട്ടിലെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മീൻകറി വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ഇവിടെ മസ്റ്റാണ്. അതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, ഞങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് മീൻകറിക്ക് എരിവാണ്. അതിപ്പോൾ ഞാനൊരു 3-4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പയ്യെ പച്ചമണമൊക്കെ പയ്യെ മാറി വരുന്നുണ്ട്. നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറിന് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി, പൊടിയൊക്കെ ചിലപ്പോൾ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇട്ട ശേഷം നമുക്ക് ഇനി കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഇനി ഇത് തിളച്ചതിന് ശേഷമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെട്ടി കഴുകി വച്ചിരിക്കുന്ന കൊഴുവ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാറ് നന്നായിട്ട് വേണം. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം എടുത്ത്.
കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ഒഴിച്ചെണ്ണ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരും. അപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രം എന്നിട്ട് വെള്ളം പറ്റിച്ചെടുത്താൽ മതി. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ചാറ് നന്നായിട്ട് വേണ്ടതുകൊണ്ട് ഞങ്ങൾ എന്നിട്ട് അത്യാവശ്യം അതിനനുസരിച്ച് എന്നിട്ട് ഞാൻ ചാറ് പറ്റിക്കാറുള്ളൂ. അപ്പം മീനൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി മീൻ ഇട്ടപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇളക്കി കൊടുത്തത്. ഇനി മൂടി വെച്ച് അത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കറിയുടെ ആവിയാണ് അതിനാണ് ശരിക്കും വീഡിയോയിൽ തെളിഞ്ഞ് കാണാത്തത്. അപ്പോൾ കറി ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ചാറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കറി തിളച്ച് ഇറക്കി കഴിയുമ്പോൾ വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.